ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് വറുത്തരച്ചിട്ടുള്ള നാടൻ കോഴിക്കറിയാണ്. അപ്പോൾ നാടൻ കോഴീനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും കട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാടൻ കോഴീനെ എങ്ങനെയാണ് കറി വയ്ക്കാൻ നോക്കാം. അപ്പോൾ അമ്മയാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അമ്മ ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി വേണം. അപ്പോൾ മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അവിടേക്ക് മുളക് പൊടി എടുത്തിട്ട് നമുക്കൊരു പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട്, അധികം കരിഞ്ഞു പോരുത്, ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അമ്മ ഇവിടെ ഇപ്പോൾ ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. കാരണം നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട്. അപ്പോൾ പാനിലിട്ട് വേവിക്കുമ്പോൾ കുറേ ടൈം പിടിക്കും. അപ്പോൾ ഒരു 3 വിസിലോളം നമുക്ക് കുക്കറിലൊന്ന് അടിച്ചു കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ ചിലപ്പോൾ ഇത് നല്ല മൂത്ത കോഴി ആയതുകൊണ്ടാണ് 3 വിസിലൊക്കെ അടിക്കുന്നത്. സാധാ ഇളം കോഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിലൊക്കെ അടിച്ചാൽ മതിയാവും. അപ്പോൾ 3 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം വിസിലൊക്കെ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ദാ ഇവിടെ ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടായിരുന്നു, കാരണം അത് ഉരുകി ഒരുപാട് നെയ്യുണ്ട്. അപ്പോൾ ഇത്രയും നെയ്യ് കറിക്ക് ആവശ്യമില്ല, കാരണം നെയ്യ് കൂടിപ്പോവും. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് നെയ്യ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയും ഒരു 20-25 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ട്, ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി വരുമ്പോഴാണ് നാടൻ ചിക്കന് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കിതുപോലെ ഒരു കഷ്ണം ഇഞ്ചി 6 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണിൻ്റെ അവിടേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. അത് ഏകദേശം ഒരു 3/4 ടീസ്പൂണിൻ്റെ അവിടേക്കൊക്കെ മഞ്ഞൾപ്പൊടി മതി. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കൂടി ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുരുമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഗരം മസാലയാണ്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തക്കാളി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഒരു വറുത്തരച്ചിട്ടുള്ള നാടൻ കോഴിക്കറിയാണ്. അപ്പോൾ നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കനിൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതായത് കുറച്ച് ചാറോട് കൂടിയിട്ടാണ് നാടൻ ചിക്കൻ കറി വയ്ക്കുന്നത്. കാരണം ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത്. നമ്മൾ ആ കുക്കറിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിക്കണം. അതുപോലെ തന്നെ ചിക്കൻ എന്തെങ്കിലും വേവൊക്കെ കുറവുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ വെന്തോളും. അപ്പോൾ ചിക്കൻ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കതിന് ഇനി നാളികേരം വറുത്തരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 പിടിയോളം നാളികേരവും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് വറുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതേപോലെ ചിക്കൻ കിടന്ന് തിളയ്ക്കണം. അപ്പോൾ മസാലയൊക്കെ ചിക്കൻ നന്നായിട്ട് പിടിക്കും. അതേപോലെ തന്നെ വേവ് കുറവുണ്ടെങ്കിൽ അതൊക്കെ വെന്ത് വന്നോളും. അതിനുശേഷം നമുക്ക് തീയൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തരച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടി ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം വറ്റിക്കാം, അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ചാറ് വേണം, പിന്നെ ഇത് ഇരുന്ന് ഒന്ന് കട്ടിയാവും. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടി പൊറോട്ടയുടെ കൂടിയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ചാറ് മതി നമുക്ക് ചോറിനാനായിട്ട്, കാരണം അത്രയും നല്ല മണവും രുചിയൊക്കെയാണ് ഒരു നാടൻ കോഴി വറുത്തരച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.